Dear students, here we discuss about hydrocarbons. 13th chapter hydrocarbons. The last class you have studied about organic chemistry. Then, what do you mean by hydrocarbons? Hydrocarbons എന്ന് പറഞ്ഞാൽ എന്താണ്? Compounds containing only carbon and hydrogen atoms are called hydrocarbons. അവിടെ there are three types of hydrocarbons നമുക്കറിയാം. Alkanes, alkenes and alkanes. Depending on the type of carbon bond, hydrocarbons are classified into three types. Which are they? Alkanes, alkenes and alkanes. Then you have already studied about alkanes, alkenes and alkanes in your 10th class. Okay, then what is alkane? എന്താണ് ആൽക്കെയിൻ? എന്താണ് ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺസ് കണ്ടെയ്നിങ് സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കെയിൻസ്. They have the general formula CnH2n+2. Therefore, the simplest alkane is what is N? N is the number of carbon atoms. Okay, therefore the simplest carbon atom that means N is equal to 1. That is equal to C1H2 into 1 plus 2. That is equal to C1H4. അതായത് CH4. What is CH4? Methane. Okay. Then in the second carbon atom is you already know about that. Second carbon atom is ethane. What is the formula of ethane? CH3. Here in alkanes, the carbon atom of hydrogen is hybridization of carbon atom is sp3 hybridization. നമ്മളത് കെമിക്കൽ ബോണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. മീഥേൻ്റെയും ഒക്കെ ഹൈബ്രിഡൈസേഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ്. ഇൻ ആൽക്കെയിൻസ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എന്താണ് ഹൈഡ്രോകാർബൺസ് എന്ന് നമുക്ക് നോക്കാം. കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് അല്ലെങ്കിൽ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. ഇവരെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പൂരിത ഹൈഡ്രോകാർബണുകളെന്ന് മലയാളത്തിൽ പറയും. ഇനി കാർബണിൻ്റെയും ഇടയ്ക്ക് ഡബിൾ ബോണ്ട്സ് വരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് ആൽക്കീൻസ്. ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് പറയും? ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളത് കൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂരിത ഹൈഡ്രോകാർബണുകൾ എന്ന് പറയുന്നു. അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഡബിൾ ബോണ്ടഡ് ഓർ ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആൻഡ് സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ് ആർ കോൾഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. Aromatic hydrocarbons are a special type of cyclic compounds. They are also called arenes. അതായത് ചില കോമ്പൗണ്ട്സ് ഉണ്ട്, ബെൻസീൻ റിംഗ് ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള റിംഗ് ഉള്ള കോമ്പൗണ്ട്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള ആൽക്കെയിൻസിനെ കുറിച്ചാണ്. എന്താണ് ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കെയിൻസ് ആർ സാച്ചുറേറ്റഡ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ആണ്. കാർബണിടയ്ക്ക് എന്തുണ്ട്? സിംഗിൾ ബോണ്ട്സ് മാത്രം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ആൽക്കെയിൻസ്. ഹോമലോഗ് സീരീസ് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദേ ഹാവ് ദ ജനറൽ ഫോർമുല CnH2n+2.
2. ഇൻ ആൽക്കെയിൻസ് എല്ലാ കാർബൺ ആറ്റവും എന്താണ്? sp3 ഹൈബ്രിഡൈസേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആൽക്കെയിൻ എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. ഇനി ഹൗ വിൽ യു പ്രിപ്പയർ ആൽക്കെയിൻ? എങ്ങനെ നമുക്കൊരു ആൽക്കെയിനെ നിർമ്മിക്കാം? ആൽക്കെയിൻസിനെ നിർമ്മിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ 2 കേസ് പറഞ്ഞിട്ടുണ്ട്, 2 മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളിൽ നിന്നും നമുക്ക് ആൽക്കെയിൻസിനെ നിർമ്മിക്കാം. എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്? ഡബിൾ ബോണ്ടഡ് ആവാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് ആവാം. ഇവയിൽ നിന്ന് നമ്മളൊരു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണിനെ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. പക്ഷേ ആൽക്കെയിൻ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആൽക്കെയിനകത്തിലെ ഈ ഡബിൾ ബോണ്ടുകൾ നഷ്ടമായി. നമുക്കറിയാം, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരെണ്ണം സിഗ്മ ബോണ്ടും ഒരെണ്ണം എന്താണ്? പൈ ബോണ്ടുമാണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും ബാക്കി 2 എന്താണ്? പൈ ബോണ്ടാണ്. പൈ ബോണ്ട്സ് എപ്പോഴും എന്താണ്? വീക്കാണ്. അപ്പോൾ രാസപ്രവർത്തന സമയത്ത് ഈ പൈ ബോണ്ട്സ് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് നഷ്ടമാകും. അവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ബോണ്ടിങ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഡബിൾ ബോണ്ടഡായിട്ടും ട്രിപ്പിൾ ബോണ്ടഡായിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മളെടുത്ത് റിയാക്ഷൻസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് സിംഗിൾ ബോണ്ടഡായിട്ടുള്ള കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നു. അതാണ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ അതിനെ നിർമ്മിക്കാം എന്ന് നോക്കാം. Alkenes and alkanes add hydrogen in presence of finely divided catalysts like nickel, palladium or platinum to form alkanes. This process is called hydrogenation. അപ്പോൾ ഫസ്റ്റ് you know about hydrogenation. What is hydrogenation? Addition of hydrogen is called hydrogenation. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷന് പറയുന്ന പേരാണ് ഹൈഡ്രോജനേഷൻ. ഇങ്ങനെ ഹൈഡ്രോജനേഷൻ നടക്കുമ്പോൾ രാസപ്രവർത്തനം വളരെ സ്ലോയാണ്. വളരെ വേഗത്തിൽ രാസപ്രവർത്തനം നടത്താൻ വേണ്ടി ഇവിടെ കുറച്ച് കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കും. ഉൽപ്രേരകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. എന്തിനാണ് ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുന്നത്? രാസപ്രവർത്തന വേഗത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് ദ സബ്സ്റ്റൻസസ് വിച്ച് ഓൾട്ടേഴ്സ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് റിമെയിൻസ് റീറ്റൈൻഡ് അണ്ടിൽ ദി എൻഡ് ഓഫ് ദ റിയാക്ഷൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? രാസപ്രവർത്തനത്തിൻ്റെ അവസാനം ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളാണ് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഒക്കെ. അങ്ങനെ കാറ്റലിസ്റ്റ് ഹൈഡ്രോജനേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ആൽക്കീനെയോ എടുത്ത് ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിട്ടു. അതിനോടൊപ്പം അതിനകത്തിലേക്ക് എന്തും കൂടി ആഡ് ചെയ്തു? നിക്കലും പ്ലാറ്റിനോ പലേഡിയോ ഏതെങ്കിലും ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽക്കീനെ കിട്ടി. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈഡ്രോജനേഷൻ. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വെൻ ആൻ ആൽക്കീൻ ഓർ ആൽക്കെയിൻ ഈസ് ആഡഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് കാറ്റലിസ്റ്റ് സച്ച് ആസ് നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം ടു ഫോം ആൽക്കെയിൻസ്. ഇനി ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, കൺവേർട്ട് എഥീൻ ടു ഈഥെയിൻ. അങ്ങനെ ആയിരിക്കും ചോദിക്കുക. എഥീനിൽ നിന്ന് എങ്ങനെ ഈഥെയിൻ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൗ വിൽ യു പ്രിപ്പയർ ഈഥെയിൻ ഫ്രം എഥീൻ എന്ന് ചോദിക്കാം. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം. ഒന്ന്, കൺവേർട്ട് എഥീൻ ടു ഈഥെയിൻ, അല്ലെങ്കിൽ ഹൗ വിൽ യു പ്രിപ്പയർ ഈഥെയിൻ ഫ്രം എഥീൻ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതും? നമുക്ക് ആദ്യമേ അങ്ങനെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എഥീൻ എടുക്കുന്നു. എന്താ എഥീൻ്റെ ഫോർമുല? CH2 ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് നമ്മൾ ആരെ കടത്തിവിടുന്നു? ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുന്നു. രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഒന്നുകിൽ പ്ലാറ്റിനം, അല്ലെങ്കിൽ പലേഡിയം, അതും അല്ലെങ്കിൽ നമുക്ക് നിക്കൽ ഉപയോഗിക്കാം. അങ്ങനെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുന്നു. ഞാൻ പറഞ്ഞു ഇത് ഒരെണ്ണം സിഗ്മ ബോണ്ടും ഒരെണ്ണം പൈ ബോണ്ടുമാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഈ ബോണ്ട് ഇപ്പോൾ ഇല്ലാതെയായി. അപ്പോൾ 2 കാർബണിൻ്റെ ഒരു വാലൻസി എന്ത് ചെയ്തു? നഷ്ടമായി. അപ്പോൾ ഇപ്പോൾ ഓരോ കാർബണിൽ നിന്ന് 3 ബോണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4മതൊരു ബോണ്ടും കൂടെ കിട്ടാൻ വേണ്ടി ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതിൽ ഒരു ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ അടുത്ത് വരുന്നു, ഒരു ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ കൂടെയും പോകുന്നു. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്
എന്തായിരിക്കും? CH3 സിംഗിൾ ബോണ്ട് CH3. ഒരു ബോണ്ടൊക്കെ നഷ്ടമായപ്പോൾ പിന്നെ ഇവിടെ എന്ത് മാത്രം നമ്മൾ വരച്ചു? CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് വരച്ചു. എന്താണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്? ഈഥെയ്ൻ. അപ്പം എഥീനിൽ നിന്നും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തു? ഈഥെയ്ൻ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഹൗ വിൽ യു കൺവേർട്ട് ഈഥെയ്ൻ ഫ്രം എഥീൻ? എന്ത് ചെയ്തു? എഥീൻ ഓൺ പാസിംഗ് അല്ലെങ്കിൽ വെൻ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ എഥീൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ ടു ഫോം ഹൈഡ്രോജനേഷൻ ടേക്സ് പ്ലേസ് ടു ഫോം ഈഥെയ്ൻ. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചാലും മതി. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ, കൺവേർട്ട് പ്രൊപ്പൈൻ ടു പ്രൊപ്പെയിൻ. പ്രൊപ്പൈനിൽ നിന്ന് എങ്ങനെ പ്രൊപ്പെയിൻ കൺവേർട്ട് ചെയ്യാം? അല്ലെങ്കിൽ ഹൗ വിൽ യു പ്രിപ്പയർ പ്രൊപ്പെയിൻ ഫ്രം പ്രൊപ്പെയിൻ? ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രൊപ്പൈൻ്റെ ഫോമുല എഴുതണം. എങ്ങനെയാണ് പ്രൊപ്പൈൻ്റെ ഫോമുല? 1 2 3. ഏതെങ്കിലും ഒരു കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് വരണം. ഇനി കാർബണിൻ്റെ ഹൈഡ്രജനുമായിട്ട് ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3 C സിംഗിൾ ബോണ്ട് CH. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് കടത്തിവിട്ടു? ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിട്ടു. ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ആവാം, പലേഡിയം ആവാം, പിന്നെ ഏതാണ്? നിക്കലും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രാസപ്രവർത്തനം നടക്കുന്ന, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പൈ ബോണ്ട് ബ്രേക്സ് ആൻഡ് 1 ഹൈഡ്രജൻ ആഡഡ് ടു ദിസ് കാർബൺ ആൻഡ് 1 ഹൈഡ്രജൻ ആഡഡ് ടു ദിസ് കാർബൺ. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതിലൊരു ഹൈഡ്രജൻ ഇവിടെ വന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നു. അപ്പോൾ എന്തായിട്ട് മാറി? CH3 CH ഡബിൾ ബോണ്ട് CH. വീണ്ടും ഒരു പൈ ബോണ്ട് വന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ ആൽക്കേനെ എത്തിയില്ല. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയത് CH3 CH ഡബിൾ ബോണ്ട് CH. Again on hydrogenation in presence of platinum, palladium or etc. അപ്പോൾ വീണ്ടും ഒരു ഹൈഡ്രജനെ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നു. ഫൈനലി വി ഗെറ്റ് CH3 CH2 സിംഗിൾ ബോണ്ട് ഇവിടെ CH2 CH3. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? പ്രൊപ്പെയിനെ കിട്ടി. അപ്പോൾ അത് ഒറ്റ സ്റ്റെപ്പിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? CH3 C ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2 ഗീവ്സ് പ്രൊപ്പൈൻ. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസ് നന്നായിട്ട് പഠിക്കുക. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു ആൽക്കൈനെ നിർമ്മിക്കാം? അതിന് ആ റിയാക്ഷൻ ഒരു പേരുണ്ട്, വുഡ്സ് റിയാക്ഷൻ എന്നാണ് ആ ഇക്വേഷൻ്റെ റിയാക്ഷൻ്റെ പേര്. അപ്പം നിങ്ങളോട് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ വുഡ്സ് റിയാക്ഷൻ എന്ന് നിങ്ങളോട് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ വിൽ യു പ്രിപ്പയർ, എന്താണ് ഇവിടെ ഇപ്പോൾ ഈഥെയ്ൻ ഫ്രം ബ്രോമോ ഈഥെയ്ൻ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വാട്ട് ഈസ് വുഡ്സ് റിയാക്ഷൻ പഠിക്കാം. എന്താണ് വുഡ്സ് റിയാക്ഷൻ? വെൻ ആൻ ആൽക്കൈൽ ഹാലൈഡ് react with metallic sodium in dry ether to form alkane. This reaction is called Woods reaction. ഇത് നമ്മുടെ സെക്കൻഡ് ഇയറിലും ഇതേ ടോപ്പിക്ക് തന്നെ പഠിക്കുന്നുണ്ട്. ഇതേ വുഡ്സ് റിയാക്ഷൻ തന്നെ സെക്കൻഡ് ഇയറിലും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചുകൊള്ളണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു പോർഷനാണ് ഇത്. വാട്ട് ഈസ് വുഡ്സ് റിയാക്ഷൻ? എന്താണ് വുഡ്സ് റിയാക്ഷൻ? when an alkyl halide is react with metallic sodium in presence of dry ether to form alkane. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ്, നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡിനെ എഴുതാം. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഹാലജനും കൂടെ വരണം. ഓക്കെ, അതിനകത്തിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? അല്പം സോഡിയം മെറ്റൽ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ എന്നിട്ട് ഇതിനകത്തിലേക്ക് ഡ്രൈ ഈഥറും കൂടെ കടത്തിവിടുന്നു, ഒഴിക്കുന്നു. അപ്പോൾ ഇവിടെ 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. 2 ആൽക്കൈൽ ഹാലൈഡ് 2 സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ സോഡിയം ഈ ഹാലജൻ്റെ കൂടെ പോയി എന്തുണ്ടാവും? NaX ഉണ്ടാവും. രണ്ടാമത്തെ ഹാലജൻ സോഡിയം ഈ ഹാലജൻ്റെ കൂടെ പോയിട്ട് വീണ്ടും ഒരു NaX. അപ്പോൾ എത്ര ഉണ്ടായി? 2 NaX പ്ലസ് ഈ 2 ആൽക്കൈൽ ഗ്രൂപ്പുകളും കൂടി ഒന്നിച്ചു. അപ്പോൾ R എന്ന് വന്നു.
ഓക്കെ, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജനറൽ റിയാക്ഷൻ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ സെൻറ്റൻസ് എഴുതാനായിട്ട് ചോദിക്കും. വാട്ട് ഈസ് വുഡ്സ് റിയാക്ഷൻ? When an alkyl halide is treated with a sodium metal in presence of dry ether to form an alkane. This reaction is called എന്താണ്? വുഡ്സ് റിയാക്ഷൻ. ഹിയർ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻക്രീസസ്. ശരിയല്ലയോ? ഡബിൾഡ്. ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഡബിൾഡ്. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഈസ് ഒബ്റ്റെയിൻഡ്. ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിളിനകത്തിൽ നമ്മൾ പറയുന്നത് ബ്രോമോ ഈഥെയിനിൽ നിന്നും ഈഥെയിൻ ഉണ്ടാക്കണം. അതായത് ആൽക്കൈൽ ഹാലൈഡാണ് അല്ലേ. ആൽക്കൈൽ ഹാലൈഡിന് നമ്മളിവിടെ എന്ത് കൊടുത്തു? ബ്രോമോ മീഥെയിൻ കൊടുത്തു. ഇത് നമുക്ക് ഈഥെയിൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുക, ഹൗ വിൽ യു പ്രിപ്പയർ ഈഥെയിൻ ഫ്രം ബ്രോമോ ഈഥെയിൻ? അതർവൈസ് വേർ ക്വസ്റ്റ്യൻ കൺവേർട്ട് ബ്രോമോ ഈഥെയിൻ ടു ഈഥെയിൻ. അപ്പം നമുക്ക് ആദ്യം ബ്രോമോ ഈഥെയിനെ വരയ്ക്കണം. എങ്ങനെ? ബ്രോമോ ഈഥെയിൻ അല്ല, മീഥെയിൻ. ബ്രോമോ മീഥെയിൻ, അതായത് മീഥൈൽ ബ്രോമൈഡ് പ്ലസ് ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം. അപ്പോൾ എത്ര ആൽക്കൈൽ ഹാലൈഡ് എടുത്തു? 2 ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. CH3Br 2 എടുത്തു, 2 സോഡിയം എടുത്തു. അങ്ങനെ 2NaBr ഫോം ചെയ്തു. 2 CH3 ഗ്രൂപ്പുകൾ ഒന്നിച്ചു. അപ്പോൾ പ്ലസ് CH3. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേരെന്താണ്? ഈഥെയിൻ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. വെൻ ആൻ ആൽക്കൈൽ ഹാലൈഡ്, ഹിയർ ആൽക്കൈൽ ഹാലൈഡ് ഈസ് മീഥൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ബ്രോമോമീഥൈൻ റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം in presence of dry ether to form an alkane. Here ethane is formed. This reaction is called Woods reaction. Okay. Then അടുത്തത് ബ്രോമോ ഈഥെയിൻ. ബ്രോമോ ഈഥെയിൽ നിന്ന് നോർമൽ ബ്യൂട്ടൈൻ. നമുക്ക് ബ്രോമോ ഈഥെയിനെ ഒന്ന് വരയ്ക്കാം. അല്ലെങ്കിൽ ഈഥൈൽ ബ്രോമൈഡ്, ബ്രോമോ ഈഥെയിൻ സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്തു. 2 സോഡിയം എടുത്തു, ഒരു ബ്രോമോ ഈഥെയിനെയും കൂടി എടുത്തു. CH3CH2Br. എന്താണ് അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ്? എന്താ? ഒരു സോഡിയം ബ്രോമിനൂടെ പോയിട്ട് NaBr, രണ്ടാമത്തെ സോഡിയം ബ്രോമിൻ്റെ കൂടെ പോയിട്ട് അപ്പോൾ 2 NaBr പ്ലസ് എന്താണ് ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്? ഇത് ഇത്രയും പാർട്ടങ്ങ് ഒന്നിച്ച് ജോയിൻ ചെയ്തല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്? CH3, ഇതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്, CH2. പിന്നെന്ത് സംഭവിച്ചു? നമുക്കൊന്നുകൂടി എഴുതാം. CH3 CH2Br പ്ലസ് 2Na. ഇവിടെ വീണ്ടും ഒരെണ്ണം കൂടി നമ്മളെടുത്തു. ഏതാണ് എടുത്തിരിക്കുന്നത്? CH3 CH2Br. ഓക്കെ, നമ്മൾ ആരോ മാർക്ക് ഇട്ടു. ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ ബൈ പ്രോഡക്റ്റ് ഉണ്ടായത്? ഡ്രൈ ഈതർ ഇവിടെ എഴുതണം. നമുക്ക് എന്ത് പ്രോഡക്റ്റ് ഉണ്ടായി? 2NaBr പ്രോഡക്റ്റ് പ്ലസ് ഇവിടെ ഉണ്ടായ മെയിൻ പ്രോഡക്റ്റ് എന്താണ്? ഇവിടെ ഉണ്ടായ മെയിൻ പ്രോഡക്റ്റ്? ഇത് ഇത്രയും അങ്ങ് ഒന്നിച്ചു അല്ലേ. അപ്പോൾ എന്താ? ആദ്യം നമ്മൾ ഇതിനെ എഴുതി CH3 CH2. ഈ CH2 ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. CH2 CH3. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോർമൽ ബ്യൂട്ടൈൻ കിട്ടി. അപ്പോൾ ഇവിടെ ചോദിക്കാം, ഹൗ വിൽ യു പ്രിപ്പയർ നോർമൽ ബ്യൂട്ടൈൻ ഫ്രം ബ്രോമോ ഈഥെയിൻ? അപ്പോൾ വാട്ട് ഈസ് വുഡ്സ് റിയാക്ഷൻ? ഇതെന്താണെന്ന് പിടികിട്ടിയല്ലോ. ഓക്കെ, ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിൻ്റെ രാസസ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ആൽക്കെയിൻസിൻ്റെ രാസസ്വഭാവങ്ങൾ. നമ്പർ 1 ഐസോമറിസം. നമ്പർ 2 ആരോമാറ്റൈസേഷൻ. വാട്ട് ഈസ് ഐസോമറൈസേഷൻ? ഐസോമറുകൾ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അതായത് ഇതേപോലെ തന്നെ കെമിക്കൽ ഫോമുല ഇത് ഒരു ആൽക്കൈൻ നമുക്ക് തരും, അതിനെ വേറെ ആൽക്കൈനാക്കി മാറ്റുകയാണ്. അതായത് കെമിക്കൽ ഫോമുല ഒന്നായിരിക്കും, പക്ഷേ അതിനകത്തിലുള്ള സ്ട്രക്ചറിലുള്ള ഡിഫറൻസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഐസോമറൈസേഷൻ. അതായത് ആൽക്കെയിൻസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു അനദർ സ്ട്രക്ചറൽ ഐസോമർ.
Okay, then normal alkanes on heating in presence of anhydrous aluminum chloride and hydrogen chloride gas isomerizes to branched chain alkanes. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ഒരു ആൽക്കെയിനെ എടുത്തു, ആ ആൽക്കെയിനകത്തിലേക്ക് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? അൺഹൈഡ്രസ് അലൂമിനിയം. അൺഹൈഡ്രസ് എന്ന് പറയുന്ന വാക്കിനർത്ഥം ഈർപ്പരഹിതമായ അലൂമിനിയം ക്ലോറൈഡും പിന്നെ ഹൈഡ്രജൻ ഗ്യാസും കൂടി കടത്തിവിട്ടു. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? ഈ പറഞ്ഞ ആൽക്കീനിൻ്റെ ഐസോമറുകൾ കിട്ടി. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നോർമൽ ഹെക്സെയിനാണ് എടുത്തിരിക്കുന്നത്. ഏതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? നോർമൽ ഹെക്സെയിൻ. നോർമൽ ഹെക്സെയിൻ്റെ ഫോമുല എന്താ? CH3 CH2 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 CH3. ഇതാണ് നോർമൽ ഹെക്സെയിൻ. ഇതിനകത്തിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്തു? അൺഹൈഡ്രസ് AlCl3 ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് കടത്തിവിട്ടു. അപ്പോൾ 2 ഐസോമറുകൾ കിട്ടി. ഏതൊക്കെയാണ് 2 ഐസോമർ ഉണ്ടായത്? ഒന്ന് 2-മീഥൈൽ പെൻറ്റെയ്ൻ CH3 CH CH2 CH2 CH3 CH3. 2 3-മീഥൈൽ പെൻറ്റെയ്ൻ ഫോം ചെയ്തു. എങ്ങനെയാണ് 3-മീഥൈൽ പെൻറ്റെയ്ൻ? CH3 CH2 CH CH3 CH2 CH3. ഇങ്ങനെ 2 ഐസോമറുകൾ ഫോം ചെയ്തു. അപ്പോൾ ആൽക്കെയിൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ദെയർ ഐസോമേഴ്സ് ബൈ റിയാക്ഷൻ വിത്ത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഐസോമറൈസേഷൻ. ദെൻ സെക്കൻഡ് ഈസ് ആരോമാറ്റൈസേഷൻ. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് ആരോമാറ്റൈസേഷൻ. അതായത് എന്താണ് ആരോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആരോമാറ്റിക് സൈക്ലിക് കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. അതായത് വെൻ ആൻ ആൽക്കെയിൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അൻ ആരോമാറ്റിക് സൈക്ലിക് കോമ്പൗണ്ട് ഈസ് കോൾഡ് ആരോമാറ്റൈസേഷൻ. അതായത് ഒരു ആൽക്കെയിനെ എന്താക്കി മാറ്റുകയാണ്? ആൽക്കെയിനെ നമ്മളൊരു ആരോമാറ്റിക് കോമ്പൗണ്ടാക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ആരോമാറ്റിക് കോമ്പൗണ്ടാക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ആരോമാറ്റൈസേഷൻ. ആൽക്കീനെ ആരോമാറ്റിക് കോമ്പൗണ്ടാക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ആരോമാറ്റൈസേഷൻ. ഓക്കെ, ഇവിടെ നോർമൽ ആൽക്കീൻസ് ഹാവിങ് 6 or more carbon atoms on heating to 773 Kelvin to 10 to 20 atmospheric pressure in the presence of oxides of vanadium, molybdenum or chromium supported over alumina, we get aromatic compound. This reaction is called known as aromatization or reforming. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു നോർമൽ ഹെക്സെയിനെ എടുത്ത് ക്രോമിക് ഓക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ 773 കെൽവിനിലും 10 to 20 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബെൻസീൻ കിട്ടി. ഇത് ഇത്ര ലെങ്തി ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. വെൻ നോർമൽ ആൽക്കെയിൻസ് ഹാവിങ് 6 or more carbon atoms on heating to 773 Kelvin at 10 to 20 atmospheric pressure in presence of എന്താണ്? വനേഡിയം, മോളിബ്ഡിനം ഓർ ക്രോമിയം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഇൻ ദ പ്രസൻസ് ഓഫ് വനേഡിയം പെൻറ്റോക്സൈഡ് ടു ഫോം ക്രോമിക് ആരോമാറ്റിക് കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് CR2O3 ടു ഫോം ആരോമാറ്റിക് കോമ്പൗണ്ട്, ഇൻ ദ പ്രസൻസ് ഓഫ് MO2O3 ടു ഫോം ആരോമാറ്റിക് കോമ്പൗണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം എഴുതിയാൽ നമുക്ക് മതി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. നോർമൽ ഹെക്സെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH3 CH2 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 1 2 3 4 5 CH3. ഇതാണ് എന്തെന്ന് പറയുന്നത്? നോർമൽ ഹെക്സെയിൻ. ഓക്കെ, ഇതിനകത്തിലേക്കാണ് നമ്മൾ 773 കെൽവിൻ ഹീറ്റ് ചെയ്തു. 10 to 20 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഇവനെ വെച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് വനേഡിയം പെൻറ്റോക്സൈഡ് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലുള്ള ഹൈഡ്രജനുകളെ എല്ലാം എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡീഹൈഡ്രോജനേഷൻ. എന്താണ്? ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ ഹൈഡ്രോജനേഷൻ, ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീഹൈഡ്രോജനേഷൻ. അപ്പോൾ അങ്ങനെ ഈ എല്ലാ ഹൈഡ്രജനും റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സ് ഒന്ന് നോക്കിക്കേ.
ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ഈ ഹൈഡ്രജൻ ഒരെണ്ണം പോയി, ഇവിടെ ഒരെണ്ണം പോയി, ഇവിടെ പോയി, ഇവിടെയും പോയി. എന്നിട്ട് ഈ രണ്ടെണ്ണം തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ വാലൻസി നഷ്ടമായിട്ടുണ്ട്, കാർബണിൻ്റെ വാലൻസി എന്ത് ചെയ്തു, നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം എന്ത് കൊടുത്തു, ഡബിൾ ബോണ്ട് കൊടുത്തു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നു. ഞാൻ ഈ കോമ്പൗണ്ടിനെ ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെ വരും CH 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 CH. എന്നിട്ട് ഇതിരിക്കുന്നിടത്തൊക്കെ എന്ത് കൊടുത്തു, ഡബിൾ ബോണ്ട് കൊടുത്തു. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഓൾട്ടർനേറ്റീവ് പൊസിഷനിൽ എന്ത് കൊടുത്തു, ഡബിൾ ബോണ്ട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്, ബെൻസീൻ നമുക്ക് കിട്ടി. ആരോമാറ്റിക് ആയിട്ടുള്ള നമുക്ക് കിട്ടി, ബെൻസീനെ കിട്ടി. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആരോമാറ്റൈസേഷൻ. വെൻ ആൻ ആൽക്കൈൻ ഈസ് കൺവേർട്ടഡ് ടു ആരോമാറ്റിക് ബെൻസീൻ ഇൻ പ്രസൻസ് ഓഫ് vanadium pentoxide and heated at about 773 Kelvin and 10 to 20 atmospheric pressure. This reaction is called aromatization. Okay. അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക.